ലോക്കോ പൈലറ്റുമാർക്ക് അധിക ജോലിയും വിശ്രമിക്കാൻ സമയമില്ല എന്നുള്ളതും വ്യാജ പ്രചാരണമെന്ന് റെയിൽവേ. ചിലർ നടത്തിയ ഗൂഢനീക്കത്തിന്റെ ഭാഗമാണിത്. റെയിൽവേ ലോക്കോ പൈലറ്റുമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മുന്തിയ പരിഗണനയാണ് റെയിൽവേ നൽകുന്നതെന്നും ലോക്കോ പൈലറ്റുമാരുടെ എണ്ണക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും സദേൺ റെയിൽവേ പാലക്കാട് ADRM കെ അനിൽകുമാർ പറഞ്ഞു. റെയിൽവേയിൽ ലോക്കോ പൈലറ്റ്മാർ ദുരിതമനുഭവിക്കുന്നു എന്ന ചില കോണുകളിൽ നിന്ന് പ്രചാരണം തുടരുന്നതിനിടെയാണ് വിഷയത്തിൽ വിശദീകരണവുമായി റെയിൽവേ രംഗത്തെത്തിയിരിക്കുന്നത്. ലോക്കോ പൈലറ്റുമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് റെയിൽവേ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് ADRM കെ അനിൽകുമാർ പറഞ്ഞു. ദക്ഷിണ റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം ഇന്ത്യൻ റെയിൽവേയിലെ മറ്റു സോണുകളേക്കാൾ കുറവാണ്. പാലക്കാട് ഡിവിഷനിൽ ശരാശരി ഡ്യൂട്ടി സമയം 4 മണിക്കൂർ 51 മിനിറ്റും ഗുഡ്സ് ലോക്കോ പൈലറ്റുമാരുടേത് 5 മണിക്കൂർ 56 മിനിറ്റുമാണ്. ലോക്കോ പൈലറ്റുമാർക്ക് വിശ്രമിക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനവും റെയിൽവേ ഒരുക്കിയിട്ടുണ്ട്. ഒലവക്കോടുള്ള റണ്ണിംഗ് റൂമിൽ പുരുഷ ലോക്കോ പൈലറ്റുമാർക്കായി 56 ക്യാബിനുകളും വനിതകൾക്കായി 9 ക്യൂബിക്കുകളുമാണ് ഉള്ളത്. ഇവയിൽ മിക്കതിലും 40 പേരെങ്കിലും നിത്യേനെ വിശ്രമിക്കാനെത്തുന്നുണ്ടെന്ന് ADRM പറഞ്ഞു. ഈ ജോലിക്ക് ശേഷം ഇവർക്ക് ആവശ്യത്തിന് വിശ്രമിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങൾ റെയിൽവേ റണ്ണിംഗ് റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ റണ്ണിംഗ് റൂമുകളായ പാലക്കാട്, ഷൊർണൂർ, കണ്ണൂർ, കോഴിക്കോട്, മംഗലാപുരം സ്റ്റേഷനുകളിൽ എല്ലാ റണ്ണിംഗ് റൂമുകളിലും എയർ കണ്ടീഷൻ ഫെസിലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അതിനു പുറമെ മെഡിറ്റേഷൻ റൂം, വാട്ടർ കൂളർ, പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ഇത്തരം സൗകര്യങ്ങളും എല്ലാ റണ്ണിംഗ് റൂമുകളിലും ലഭ്യമായിട്ടുണ്ട്. അതിനു പുറമെ വളരെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണവും ഈ റണ്ണിംഗ് റൂമുകളിൽ അവൈലബിൾ ആണ്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്നതിനായി ചിലർ നടത്തിയ ഗൂഢനീക്കമാണ് ലോക്കോ പൈലറ്റുമാരുടെ സമരം 1 മാസത്തോളം നീളാൻ കാരണം. ഇതുമൂലം 95 ചരക്കു തീവണ്ടികളുടെ യാത്രയാണ് ബാധിച്ചത്. അതേസമയം ട്രെയിൻ യാത്രികരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ബോഗികളുടെ എണ്ണം കൂട്ടുകയാണുണ്ടായത്. എവിടെയും വെട്ടിക്കുറച്ചിട്ടില്ല. കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, പാലക്കാട്.